ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക വറുത്തതാണ്. വെണ്ടയ്ക്ക വറുത്തത് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 15 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം. ഒത്തിരി മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നമ്മൾ ഈ വറക്കാനായിട്ട് എടുക്കുമ്പോൾ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ മൂക്കാത്ത വെണ്ടയ്ക്കയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായി തുടച്ചെടുത്തതിന് ശേഷം രണ്ടറ്റവും കട്ട് ചെയ്ത് നടുകെ ഒന്ന് കീറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ളിലത്തെ വിത്തിൻ്റെ ഭാഗം കളയണമെന്നുണ്ടെങ്കിൽ കളയാം, മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒത്തിരി മൂത്ത വെണ്ടക്കായ ആണെന്നുണ്ടെങ്കിൽ കുരു മാറ്റിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കുരു മാറ്റിയിട്ടുള്ള വെണ്ടക്കായെല്ലാം ഇതുപോലെ വെച്ച് ചെറിയ ചെറിയ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവൻ വെണ്ടക്കായും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കടലമാവ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ ഒരു വെണ്ടക്കായുടെ ഉള്ളിലത്തെ വെള്ളം നനവിൽ തന്നെ ആ പൊടികളെല്ലാം ഒന്ന് യോജിച്ച് കിട്ടും. എന്നാൽ കുറച്ച് അതിൻ്റെ താഴെ ഇങ്ങനെ യോജിക്കാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൂടി യോജിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒത്തിരി വെള്ളം കൂടരുത് കേട്ടോ, അപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച പോലെയായിരിക്കും. പിന്നീട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കാനായിട്ട്. വെണ്ടക്കായ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നന്നായിട്ട് ക്രിസ്പിയായി വരില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ക്രിസ്പി ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക വറവ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക വറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെറുതെ സോസിനോട് കൂടെ കഴിക്കാനായാലും അല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണെങ്കിലും സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്